നമസ്കാരം. സത്യങ്ങൾ മാത്രം വിറ്റ് ജീവിക്കേണ്ട മാധ്യമങ്ങൾ തൃശ്ശൂരിൽ നടത്തിയത് ഒരു കച്ചവടം മാത്രമായിരുന്നു. നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നതെന്ന് ഓരോ സ്ഥാപനത്തിലെയും, അതായത് ഓരോ മാധ്യമ സ്ഥാപനത്തിലെയും മുതലാളികൾ പറയുമ്പോഴും അവർക്കൊരു വ്യക്തമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. ആ രാഷ്ട്രീയമാണ് തൃശ്ശൂരിൽ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. സുരേഷ് ഗോപി ഒരു കാരണവശാലും വിജയിക്കരുത് എന്ന നിശ്ചയത്തോടു കൂടിയാണ് ചില മാധ്യമങ്ങൾ വാർത്തകളെല്ലാം തന്നെ പടച്ചുവിട്ടത്. കൂടാതെ സുരേഷ് ഗോപി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നെഗറ്റീവാക്കാനും അവർ ശ്രമിച്ചു. ഒന്നിനും ഒരു അടിസ്ഥാനമില്ലെന്ന് ഓരോ തവണയും തെളിയുന്നു. തൃശൂരിൽ നിന്ന് ജയിച്ചു വന്ന കേന്ദ്രമന്ത്രിക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കുന്നില്ല എന്ന് ഇതോടുകൂടി വ്യക്തമായി കഴിഞ്ഞു. ഒരിക്കൽ കൂടി തന്നെ വളഞ്ഞുവെച്ച മാധ്യമപ്രവർത്തകരുടെ അപമാനപ്പെടുത്തലിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ സുരേഷ് ഗോപി അവരെ മർദ്ദിച്ചു എന്നായിരുന്നു ചില മാധ്യമപ്രവർത്തകർ ചേർന്ന് പ്രചരിപ്പിച്ചത്. അത് കേട്ട പരാതി നൽകിയത് കോൺഗ്രസ് നേതാവുമുണ്ട്. ഇപ്പോൾ ഇതാ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നു. പരാതി നൽകിയ കോൺഗ്രസ് നേതാവ് അനിൽ അഖരെയും പോലീസ് ഇക്കാര്യം നേരിട്ട് അറിയിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിയെ ആരും മർദ്ദിച്ചിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി ആരെയും മർദ്ദിച്ചിട്ടില്ലെന്നും അന്വേഷണം നടത്തിയ പോലീസിന് വ്യക്തമായി. എന്നാൽ മാധ്യമപ്രവർത്തകർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുത്ത് തൃശൂരിൽ രാമനിലയത്തിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചാണ് തൃശൂരിൽ ACPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയത്. ഇതിനൊടുവിലാണ് കേസ് എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തെന്നാണ് സുരേഷ് ഗോപിക്കെതിരായ പരാതി. രാമനിലയത്തിൽ നിന്ന് പുറത്തിറങ്ങവേ മാധ്യമപ്രവർത്തകർ കേന്ദ്രമന്ത്രിയെ വളഞ്ഞു. തന്റെ വഴിമുടക്കാൻ ആർക്കും അവകാശമില്ലെന്ന് പറഞ്ഞ മന്ത്രി വാഹനത്തിൽ കയറിയതിനെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു. നേരത്തെ കോഴിക്കോടും തിരുവനന്തപുരത്തുമൊക്കെ കേന്ദ്രമന്ത്രിക്കെതിരെ വഴി തടഞ്ഞ് അനാവശ്യമായ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു. എപ്പോഴും സുരേഷ് ഗോപിക്ക് എതിരെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന രീതി ചില വാർത്താ ചാനൽ റിപ്പോർട്ടർമാർ തുടർന്നു വരികയായിരുന്നു. അവിടെയൊക്കെ കേന്ദ്രമന്ത്രി പ്രതികരിച്ചത് ജനങ്ങൾ തിരഞ്ഞെടുത്ത BJP MP എന്ന നിലയിൽ തന്നെയാണ്. സുരേഷ് ഗോപി MP ആയത് ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയാത്ത ചില കമ്മ്യൂണിസ്റ്റ് മാധ്യമ പ്രവർത്തക കേന്ദ്രങ്ങൾ ഇന്നും കേരളത്തിൽ സജീവമാണ്. അവരാണ് മറ്റു മാധ്യമ പ്രവർത്തകരെ മുതലെടുത്ത് ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ കെട്ടിച്ചമച്ച് പടച്ചുവിടുന്നത്. ഒടുവിൽ ഇതുകൊണ്ടൊന്നും സുരേഷ് ഗോപിയെ തളർത്താനാകില്ല എന്നും രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ അന്വേഷിച്ച് സത്യാവസ്ഥ ബോധ്യപ്പെട്ടിരിക്കുന്നു. എത്ര ചോദ്യശരങ്ങൾ കൊണ്ട് മൂടിയാലും തന്നെ തളർത്താൻ സാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് സുരേഷ് ഗോപി മുന്നോട്ട് നീങ്ങുന്നത്. അതോടെ സുരേഷ് ഗോപി മാധ്യമങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന് മീഡിയ വണ്ണും മനോരമയും അടക്കമുള്ള റിപ്പോർട്ടർമാർ പരാതി കൊടുക്കുകയും ചെയ്തു. ആ അന്വേഷണം തൃശ്ശൂരിൽ ACPയുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷിക്കുന്നു. ഇതിൽ സുരേഷ് ഗോപി ആക്രമിച്ചിട്ടില്ല എന്ന് വരുന്നു. പക്ഷേ കേന്ദ്രമന്ത്രിയെ തടഞ്ഞു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഈ 3 മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ഡൽഹി പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും മാധ്യമപ്രവർത്തകരുടെ പേരിൽ കേരള പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടാതെ ഡൽഹി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇവരുടെ പേരിൽ കേന്ദ്രവും ഒരു കേസെടുക്കുമെന്നത് ഉറപ്പാണ്.